പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, വളരെ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയിലേക്ക് എളിമയോടെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പെന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായി 9 നാളുകൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പോവുകയാണ്. ഇതിനകം ഇതേക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകണം. നിങ്ങൾ പരസ്പരം ഈ കാര്യം പങ്കുവെച്ച് ഒരുമിച്ച് ഒരുങ്ങണം. കാരണം ഈ കാലഘട്ടത്തിൽ ആത്മാഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ ആത്മീയ വ്യാപാരങ്ങളിൽ ഒക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം, അതിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കേണ്ടത് അങ്ങേയറ്റം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ വലിയ ഒരുക്കത്തോടെ നമുക്ക് ചെയ്യണം. ഇനിയുള്ള 9 നാളുകളിൽ കുറച്ചു നേരം നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് വചനം കേൾക്കും. നിങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒക്കെ നിങ്ങളിത് കേട്ട് ഇതിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണ ആത്മാവോടും മനസ്സോടും ശരീരത്തോടും കൂടെ പ്രാർത്ഥിക്കണം. മറ്റ് കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു പ്രാർത്ഥന അങ്ങനെ വിചാരിക്കരുത്. ഫോക്കസ്ഡ് ആയിട്ട് ഏകാഗ്രതയോടെ കർത്താവിന് വേണ്ടി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ദിവസവും അല്പനേരം നമ്മൾ വചനം ധ്യാനിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന്. അതും നമ്മൾ ഇത്തവണ പെന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് പരിശുദ്ധാത്മാവ് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നു എന്നതാണ്. ആത്മാവ് നമ്മളെ അനുതാപത്തിലേക്ക്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ബലഹീനതകൾ നമുക്ക് മനസ്സിലാകുന്നു. ആ ബലഹീനതകളിൽ പരിശുദ്ധാത്മാവ് നിറവായി നിറയുന്നു. ഈ അനുഭവം സ്വന്തമാക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വചനപ്രഘോഷണം കുറച്ചു നേരം, അതിനെ തുടർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ആരാധന നടത്തും. ആ ദിവ്യകാരുണ്യ ആരാധനയുടെ ഭാഗമായി തന്നെ 9 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ. അതിൻ്റെ 1-ാം ദിവസം, 2-ാം ദിവസം, അങ്ങനെ ഓരോ ദിവസവും ആ ദിവസത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലി ഒടുവിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഓരോ ദിവസവുമുള്ള ഈ ശുശ്രൂഷ സമാപിക്കും. പ്രാർത്ഥിച്ചൊരുങ്ങണേ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ത്യാഗം, ഒരു സമർപ്പണം ഉണ്ടാകണം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം അതെങ്ങനെ വേണമെന്ന്.
പ്രത്യേകിച്ച് ഇത് പരിമിതികളുടെ കാലത്ത് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഞാൻ തന്നെയും ഞാൻ വികാരിയായിരിക്കുന്ന വടവാതൂർ പള്ളിയിൽ നമ്മുടെ ഈ പരിമിതികൾ, ലോക്ക്ഡൗണ്, കോവിഡ് ഭീതി, അങ്ങനെ ഒരുപാട് പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വലിയ ദൈവാശ്രയത്വത്തോടെ ചെയ്യുന്ന ശുശ്രൂഷയാണ്. അപ്പം നമുക്ക് കരങ്ങൾ കോർക്കാം ഈ ത്യാഗമനോഭാവത്തോടെ, സമർപ്പണത്തോടെ. 4 കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. അത് ഇന്നു മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യണേ. എല്ലാ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി വേണം ദിവസം ആരംഭിക്കാൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് തുടങ്ങുന്ന ആ ജപം പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കണം. വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ, വിശ്രമിക്കാൻ പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് കിടക്കയിലിരുന്നാണെങ്കിലും അന്ന് പറ്റിപ്പോയ, ഓരോ ദിവസവും വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുതപിച്ച് മനസ്താപ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുന്നുവെന്ന് അനുദിനം ചൊല്ലി പ്രാർത്ഥിക്കണം. 3-ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? എല്ലാ ദിവസവും ഒരു അധിക ജപമാല ചൊല്ലി വേണം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുവാൻ. എന്താ അതിൻ്റെ കാരണം പറയുന്നത്? അതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയത്. അപ്പോ പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മളെ പരിശുദ്ധാത്മ സ്വീകരണത്തിന് ഒരുക്കും. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം പുതിയ നിയമത്തിൽ ആദ്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവള് പരിശുദ്ധ അമ്മയല്ലേ? പരിശുദ്ധ അമ്മ ചോദിക്കുന്നു, മറിയം എന്ന പെൺകുട്ടി മാലാഖയോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖയുടെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ ആവാസം ആദ്യം അനുഭവിച്ചവള് മറിയമല്ലേ പുതിയ നിയമത്തിൽ. അതുകൊണ്ട് അവൾക്ക് പറ്റും ഒരുക്കാൻ, നമ്മളെ ഒരുക്കും അവള്. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 4-ാമത്തെ കാര്യം പറഞ്ഞത് അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഇപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് ഒരു ഓൺലൈൻ കുർബാന എന്ന വാക്ക് അത്ര ശരിയല്ല. അർപ്പിക്കപ്പെടുന്ന കുർബാന ഓൺലൈനായി കാണുമ്പോൾ അതിൽ ആത്മന പങ്കുചേരണം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആകുന്ന കുർബാന ലൈവായിട്ട് തന്നെ പങ്കെടുക്കണം. അതവിടെ കിടപ്പുണ്ടല്ലോ, സൗകര്യം പോലെ എനിക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ, സമയവും സൗകര്യമുള്ളപ്പോൾ ഞാൻ കൂടിക്കൊള്ളാം എന്ന് വിചാരിക്കരുത്. കഴിവതും പിന്നെ ചില പ്രത്യേക ഗൗരവമുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ അലസത കൊണ്ട് അങ്ങനെ വരരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നോർക്കണേ. പ്രിയപ്പെട്ടവരെയൊക്കെ അറിയിക്കണം, ബന്ധുക്കളെ, കൂട്ടുകാരെ ഒക്കെ പറയണം, നമുക്കിതാ പെന്തക്കുസ്ത തിരുനാളിന് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങാമെന്ന് പറഞ്ഞ് കൂട്ടായ്മയിൽ നമുക്ക് ഈ ശുശ്രൂഷ നടത്താൻ പറ്റട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ കനപ്പെട്ട കാര്യം ഒന്നും ഇന്ന് പറയുന്നില്ല. നമുക്ക് പതുക്കെ ഒരുങ്ങി തുടങ്ങാം. 9 ദിവസം ഉണ്ടല്ലോ, നമുക്ക് സമയമുണ്ടല്ലോ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് മെല്ലെ തുടങ്ങാം, അല്ലേ? അതല്ലേ നല്ലത്. അതുകൊണ്ട് ഇന്നിപ്പം എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ നമ്മൾ വ്യക്തിപരമായി കണ്ടുമുട്ടണം. ഒരു എൻകൗണ്ടർ വിത്ത് ഹോളി സ്പിരിറ്റ്. അത് പരിശുദ്ധാത്മാവിനെ ഒരു കേവല ശക്തി അങ്ങനൊന്നും പറഞ്ഞങ്ങ് അബ്സ്ട്രാക്റ്റ് ആക്കി കളയരുതെന്ന്. പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ സാധ്യമാകണം. ഈ ദിവസങ്ങളിൽ ആത്മാവിനെ അനുഭവിക്കാൻ പറ്റണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷാണ്. എന്ന് വെച്ചാൽ കാട് വെട്ടി തെളിക്കുകയാണ് പണി തുടങ്ങുന്നതിന് മുമ്പ്. കുറച്ച് ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നമുക്ക് തന്നെ മനസ്സിലാകാനുണ്ട്. അത് നമ്മളെ കുറെ കൂടെ പരിശുദ്ധാത്മാവിലേക്ക് അടുപ്പിക്കും. ചിലരെങ്കിലുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ കേട്ടോ, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. എന്നിട്ട് ചോദിക്കുന്നത്, ആര് പറഞ്ഞു പരിശുദ്ധാത്മാവുണ്ടെന്ന്? ഈ പരിശുദ്ധാത്മാവുണ്ടെന്ന് ആര് പറഞ്ഞതാണെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. വീട്ടിലിരുന്നല്ലേ പങ്കെടുക്കുന്നത്? അപ്പോൾ പറ, പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പോൾ ഞങ്ങളുടെ വികാരിച്ചൻ പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയ കന്യാശ്രീ അമ്മ പണ്ട് പഠിപ്പിച്ചതാണ്. സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു,
ഈ ഉത്തരങ്ങളൊന്നും ശരിയാകില്ല, ഇതൊന്നും തെറ്റാണെന്നല്ല, ഇതൊന്നും പോരാ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞതാരാ? ലോകത്തിന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആരാണ്? ഈശോയാണ്. ഈശോ തമ്പുരാനാണ് പറഞ്ഞത്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കായി ഒരു സഹായകനെ ഞാൻ അയക്കും, പാറക്കലേത്തായെ ഞാൻ അയക്കും, ഒരു കൗൺസിലർ, അഡ്വക്കേറ്റ് ഞാൻ അയക്കും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് ഒരുക്കി പരിശുദ്ധാത്മാ സ്വീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈശോ തമ്പുരാനാണെന്ന്. അപ്പോ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചേ പറ്റൂ. ഈശോയാണ് പറഞ്ഞത്. ഇതേ പ്രശ്നം ത്രിത്വത്തെക്കുറിച്ചുമുണ്ട്. ചിലർക്ക് ത്രിത്വം അങ്ങോട്ട്, ഈശോ ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറൊക്കെ ആയതുകൊണ്ട് ഈശോ ഒക്കെ, പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, പിതാവിലും പരിശുദ്ധാത്മാവിലും മാത്രമായിട്ട് വിശ്വസിക്കാതിരിക്കണ്ട. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈശോയിലും വിശ്വസിക്കണ്ട. കാരണം ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ, നമുക്ക് പിന്നെ പിതാവിലും പരിശുദ്ധാത്മാവിലും വിശ്വസിച്ചേ പറ്റൂ. എന്താ കാര്യം? ഈശോയാണ് ഇവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈശോയാണ് പറഞ്ഞത്, എനിക്കൊരു അപ്പനുണ്ട് കേട്ടോ, എൻ്റെ അപ്പൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. എൻ്റെ അപ്പൻ്റെ ഇടത്തേക്ക് ഞാൻ പോകും. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഇങ്ങനെ അപ്പൻ 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 എന്ന് പറഞ്ഞ് പിതാവിനെ പരിചയപ്പെടുത്തുന്നത് ഈശോയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് പരിശുദ്ധാത്മ സ്വീകരണത്തിനായി നമ്മളെ ഒരുക്കിയത് ഈശോയാണ്. അപ്പോൾ ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടൽ നമ്മളെ പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും വളർത്തും. അത് റിവേഴ്സിലുമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈശോയെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈശോയെ കുറെ കൂടെ അനുഭവിക്കുവാൻ, ഈശോയിലേക്ക് കുറെ കൂടെ. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറയുന്നത്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആത്മാവ് തന്നെ അവാജ്യമായ നെടുവീർപ്പുകളാൽ നമ്മുടെ ഉള്ളിലിരുന്ന് കുറുകുന്നു, ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. നെടുവീർപ്പുകളെ പ്രാർത്ഥനയാക്കും പരിശുദ്ധാത്മാവ്. അടുത്തൊരു സംശയം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളത്, ഈ പരിശുദ്ധാത്മാവ് പുതിയ നിയമ കഥാപാത്രമാണോ? പുതിയ നിയമത്തിലാണോ പരിശുദ്ധാത്മാവുള്ളത്? അല്ല, ആദിയിലെ. കാരണം ത്രിത്വമാണ്. സൃഷ്ടികർമ്മം തൊട്ടേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും. ആദിയിൽ ജലത്തിൻ്റെ മേൽ ചലിച്ച പരിശുദ്ധാത്മാവ്, ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിയ കാറ്റ് പരിശുദ്ധാത്മാവ്. പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിന്റെ ജീവിതത്തിൽ പലയിടങ്ങളിൽ എണ്ണയായി അഗ്നിയായി ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാണാൻ പറ്റും. പിന്നീട് പ്രവചനങ്ങളിലേക്ക് വരുമ്പോൾ പ്രവചനങ്ങളിലും പരിശുദ്ധാത്മാ സാന്നിധ്യമുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത് എവിഡന്റ് ആണ്. ജോയേൽ 2:28 ആ ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പരിശുദ്ധാത്മാവ് ബൈബിളിലുടനീളം നിറഞ്ഞു നിൽപ്പുണ്ട് എന്നോർക്കണം. അതൊരു പുതിയ നിയമ കഥാപാത്രമോ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ മാത്രം കാണുന്ന ഒരാളോ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ പുതിയ നിയമത്തിൽ തന്നെ ആരംഭിക്കുമ്പോൾ തൊട്ട് പുതിയ നിയമ സംഭവങ്ങളുടെ അവസാനം വരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. മറിയത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം, ഈശോയുടെ മാമോദീസായിൽ പ്രാവായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അവനെ മരുഭൂമിയിലെ പരീക്ഷണത്തിലേക്ക് നയിച്ച പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാർക്ക് ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണ വേളയിൽ നിശ്വസിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് ഈശോ നൽകിയ പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് എപ്പോഴാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചാടിക്കേറി ഉത്തരം പറയും, പെന്തക്കുസ്ത തിരുനാളിൽ. ശരിയാണ്. പക്ഷേ അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. അതിനെ അങ്ങനെ മനസ്സിലാക്കണം. അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. നിങ്ങൾക്കറിയാം, സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ ഈശോ തമ്പുരാൻ കാൽവരി മലയിൽ അവന്റെ ബലി അർപ്പിക്കുമ്പോൾ അവന്റെ മരണശേഷം കുന്തത്താൽ അവന്റെ തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോ അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും, പിതാക്കന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് ആ തിരുരക്തം വിശുദ്ധ കുർബാനയാണ്, ആ തിരുജലം അത് പരിശുദ്ധാത്മാവാണ്. അന്നേ ഒഴുകിയിറങ്ങിയതാണ് പരിശുദ്ധാത്മാവ്. പിന്നീട് സ്വർഗാരോഹണ വേളയിൽ ഈശോ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ജെറുസലേം വിട്ട് നഗരം വിട്ട് പുറത്തു പോകരുത് എന്ന് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് സമാനമായി യോഹന്നാൻ 20:22 നമ്മൾ കാണുന്നു,
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചു. ഊതി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് നമ്മുടെ ഓർമ്മകൾ പോകണം? ആദിയിൽ പിതാവ് മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി ജീവന്റെ ആത്മാവിനെ സമ്മാനിച്ചു. കണ്ടോ, ഒരു പരിശുദ്ധാത്മ സ്വീകരണം അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ കംപ്ലീഷനാണ്, അതിന്റെ സ്ഥിരീകരണവും ഉറപ്പിക്കലുമാണ് പെന്തക്കുസ്തായിൽ നടന്നത്. അതിന്റെ സ്ഥിരീകരണവും ഉറപ്പിക്കലുമാണ് പെന്തക്കുസ്തായിൽ നടന്നത് എന്നോർക്കണം. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ഇനിയും ഒരുപാട് ധ്യാനിക്കാനുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ധ്യാനിച്ച് ആത്യന്തികമായിട്ട് എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനോട് സ്നേഹമുണ്ടാകണം, എൻകൗണ്ടർ നടക്കണം, വ്യക്തിപരമായിട്ടൊരു കണ്ടുമുട്ടൽ നടക്കണം പരിശുദ്ധാത്മാവുമായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ അനുതാപം രൂപപ്പെടും. നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകും. എളിമയോടെ ദൈവസന്നിധിയിൽ നമ്മൾ വിലപിക്കും, കർത്താവേ ഞാൻ പാപിയാണ്, കരുണയുണ്ടാകണമേ. ആ അനുതാപം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും. ഇന്ന് നമുക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. ചുറ്റും ഒരുപാട് സഹനങ്ങൾ നടക്കുമ്പോൾ, സഹനക്കടലിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം അങ്ങ് ആകുലപ്പെട്ട് അവസാനിച്ചു പോകരുത്. നമുക്കൊരാശങ്കയും ആകുലതയും ഉണ്ടാകണം. എൻ്റെ ആത്മീയ അവസ്ഥകളെക്കുറിച്ച് അനുതാപത്തിലൂടെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ കാലമായി നമുക്ക് ഈ ദിവസങ്ങളെ മാറ്റണം. അത് പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ് കേട്ടോ, ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ്. സിഹ്യോനൂട്ടുശാലയിൽ അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥനാ നിരതരായിരുന്നവര്, കർത്താവ് തമ്പുരാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസം തൊട്ട് 10 നാൾ അവർ പ്രാർത്ഥനയിലും ഒരുക്കത്തിലുമായിരുന്നു. നമ്മളെന്തേ ഒരു പ്രാർത്ഥനയിലേക്കും ഒരുക്കത്തിലേക്കും പ്രവേശിക്കുകയാണ്. നമുക്ക് നല്ല സമയമാണിത് പ്രാർത്ഥിക്കാൻ. നമ്മളൊക്കെ അടച്ചിട്ട വീടുകൾക്കുള്ളിലാണ്. അന്ന് ശിഷ്യന്മാർ ഇരുന്നതിന് സമാനമായ സാഹചര്യത്തിലാണ്. പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈ പ്രാർത്ഥനയുടെ അവസാനം പെന്തക്കുസ്തായിൽ നമ്മൾ ശക്തിപ്പെടും. നിരാശരായി പോയ, ഭീരുക്കളായി പോയ, വലിയ ഭയപ്പാടിൽ ജീവിക്കുന്ന നമുക്ക് ആന്തരികമായ നിറവുണ്ടാകും, ഒരു ശക്തി അനുഭവിക്കാൻ പറ്റും. ആ ഒരു നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദേശത്തെ, നമ്മുടെ അധികാരികളെ, പ്രത്യേകിച്ച് ഈ കാലത്ത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, രോഗബാധിതരായവരെ, ഭീതിയിൽ കഴിയുന്നവരെ, മറ്റ് സകല മേഖലകളിൽ ഇതിനെയൊന്ന് അതിജീവിക്കാൻ കിടന്ന് പാടുപെടുന്ന ഒരുപാട് പേര്, നമ്മുടെ ഭവനങ്ങളിലൂടെ പ്രിയപ്പെട്ടവര്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ 1-ാം ദിനം ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ചിന്തകൾ. പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് മെല്ലെ കുറച്ചുകൂടെ, ഒരുപാട് നമുക്കറിയാം കേട്ടോ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഞാൻ വീണ്ടും ഏറ്റവും ലളിതമായി ബാക്ക് ടു സീറോ, അവിടുന്ന് നമുക്ക് തുടങ്ങാം. 1, 2 എണ്ണി തുടങ്ങാം. നമുക്ക് എളിമയോടെ നമുക്ക് ആരംഭിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമുക്ക് ആഗ്രഹിച്ച് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ.
പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ രക്ഷകനെ, ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന. ഈശോയെ, നീ ലോകത്തിന് പരിശുദ്ധാത്മാവിനെ സമ്മാനിച്ച പെന്തക്കൊസ്ത തിരുനാളിന് ഒരുങ്ങുന്ന നിന്റെ ജനം 9 ദിവസത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 1-ാം നാൾ കർത്താവേ, നിന്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യമേ നിന്നെ ആരാധിച്ച് ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലിരുന്ന് നിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആത്മനാ ആരാധിക്കുമ്പോൾ സങ്കടങ്ങളേറെയുണ്ട് കർത്താവേ, പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ വ്യഥകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയേ, ലോകം നൊമ്പരപ്പെടുകയാണ്. ഞങ്ങളുടെ ദേശം പ്രത്യേകമായി വലിയ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കർത്താവേ, രോഗബാധിതരായും രോഗത്തിൻ്റെ ഭീതിയിലും കഴിയുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ വ്യാപരിച്ചിരിക്കുന്നവരെ, ഞങ്ങളുടെ അധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ 9 ദിവസങ്ങൾ പരിശുദ്ധാത്മ ചിന്തകളാൽ മനസ്സു നിറച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആരാധനയോടെ വ്യാപരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ കരുണയോടെ ഉത്തരം തരണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. ദൈവജനമേ, തിരുസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, നമ്മുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളായി മാറുന്ന വിശുദ്ധ ദിവസങ്ങളാണിത്. നമ്മുടെ ദേവാലയങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം സാധിക്കാതെ വരുന്നൊരു കാലത്ത് നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറട്ടെ. ഓരോ ഭവനത്തിൻ്റെ ഉള്ളിലും ദൈവസ്തുതികൾ മുഴങ്ങട്ടെ, അത് അലയടിക്കട്ടെ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദാ ഇപ്പോ ഈ നേരത്തും പ്രാണനു വേണ്ടി പിടയുന്നവരുടെ നിലവിളികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ശുശ്രൂഷയിലായിരിക്കുന്നവര്, ഒറ്റപ്പെട്ടു പോയവര്, ഒരുപാട് ആശങ്കകൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച്, ഓ കർത്താവേ, നീ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. കർത്താവേ, ഞങ്ങളുടെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം വേണം. ആ അഭിഷേകത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക്, നിന്റെ സഭയ്ക്ക്, ഈ കാലത്തിന്, ലോകത്തിന് ആവശ്യമുണ്ട് കർത്താവേ. ആഗ്രഹത്തോടെ ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. നിന്റെ പരിശുദ്ധിയെ, നിന്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞ്, ഓ കർത്താവേ, നിന്റെ വലിയ സമ്മാനമായ പരിശുദ്ധാത്മ സ്വീകരണത്തിനായി ഒരുങ്ങി നിന്നെ ആരാധിച്ച് സ്തുതിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ കർത്താവേ, നിനക്ക് മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, നിനക്ക് മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ, ആരാധന. ഹല്ലേലൂയ. ഈശോയെ, നന്ദി, ആരാധന. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ,
ശക്തിയാൽ നിറയ്ക്കണേ. ജീവജലം നീയല്ലോ, ദാഹം തീർക്കും ആത്മനേ. വചനത്താൽ നിറച്ചെന്നെ പുതു സൃഷ്ടിയാക്കണേ. ജീവജലം നീയല്ലോ, ദാഹം തീർക്കും ആത്മനേ. വചനത്താൽ നിറച്ചെന്നെ പുതു സൃഷ്ടിയാക്കണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ. അഭിഷേകം ചെയ്തന്നെ ശക്തിയാൽ നിറയ്ക്കണേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ. അഭിഷേകം ചെയ്തന്നെ ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ. അഭിഷേകം ചെയ്തന്നെ ശക്തിയാൽ നിറയ്ക്കണേ. ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ. പ്രത്യേകിച്ച് സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് പെന്തക്കുസ്ത തിരുനാളിന് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ 9 ദിവസത്തെ ശുശ്രൂഷയിൽ വലിയ സമർപ്പണത്തോടെ പങ്കെടുക്കുവാൻ, പരിശുദ്ധാത്മ സ്വീകരണത്തിൻ്റെ അനുഭവമുണ്ടാകുവാൻ, മാമോദീസായിലും തൈലാഭിഷേകത്തിലും ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് എന്ന തീക്കനൽ ഞങ്ങളുടെ ചങ്കിൽ ചാരം മൂടിക്കിടക്കുമ്പോൾ അതിനെ ജ്വലിപ്പിച്ച് തീക്ഷ്ണതയുള്ള ക്രൈസ്തവ വിശ്വാസികളായിരിക്കുവാനുള്ള കൃപയ്ക്കായിട്ടാണ് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആദിയിൽ ജലത്തിൻ്റെ മേൽ ചലിച്ച പരിശുദ്ധാത്മാവ്, അന്നു മുതൽ ഇന്നോളം രക്ഷാകര പദ്ധതിയിൽ നിർണായക പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, മറിയത്തിൻ്റെ മേൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്, ജോർദാൻ നദിയിൽ കർത്താവേ നിന്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്, പെന്തക്കുസ്തായിൽ ശിഷ്യന്മാരുടെ മേലിറങ്ങി അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. സെഹിയോനൂട്ടിശാലയിൽ
ഭയചകിതരായി കതകുകളും ജനലുമൊക്കെ അടച്ച് പ്രാർത്ഥനയോടെ ഇരുന്ന ശിഷ്യഗണത്തിൻ്റെ മേലല്ലേ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയത്? സമാനമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിൽ ഭയത്തോടും ആശങ്കയോടും കൂടെ ജനലുകളും വാതിലുകളും അടച്ചുപൂട്ടി നമ്മളായിരിക്കുകയാണ്. ഒരു വൈറസ് ഭീതി ലോകത്തെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഈ അവസ്ഥകളിലേക്ക് കർത്താവേ, ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലേക്ക്, ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഉത്കണ്ഠകളിലേക്ക്, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ പട്ടിണിയിലേക്ക്, ഞങ്ങളുടെ ദുരിതങ്ങളിലേക്ക്, ഓ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മ അഭിഷേകം വന്നിറങ്ങട്ടെ. ഓ കർത്താവേ, വിശ്വാസം പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന പ്രലോഭനങ്ങളിലേക്ക്, ഓ കർത്താവേ, സഹനകാലങ്ങളിൽ തളർന്നു പോകുന്ന ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവജനമേ, ഇരുകരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണേ. റൂഹാ, പരിശുദ്ധാത്മാവ് വന്നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മളെ ശക്തിപ്പെടുത്തും. ബലഹീനരായ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാര് ശക്തി സ്വീകരിച്ചതുപോലെ നമ്മളും ശക്തി സ്വീകരിക്കും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവേ, ഞങ്ങളിൽ നിന്റെ ജനത്തിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജനപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഏലിയായി കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായി കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയും പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. സൗലിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സൗലിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷി ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷി ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയും പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജനപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോ
കോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. 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 ദൈവജനമേ, പെന്തക്കുസ്തായ്ക്ക് ഒരുക്കമായുള്ള ഈ 9 ദിവസത്തെ പ്രാർത്ഥനയിൽ ഈ വചനപ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന, അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനുള്ള പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. അതിലൊന്നാം ദിവസത്തെ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ത്രിത്വത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സെഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകമെന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും.
യൂദാസ് അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കാം. ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പെന്തക്കുസ്താ തിരുനാളിൽ സ്ലിഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് തന്റെ ദാനങ്ങളാൽ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അങ്ങേ ജ്ഞാനത്താൽ ഞങ്ങളും നിറയപ്പെടുന്നതിനായി ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ലോകം മുഴുവൻ യേശുവിന് സാക്ഷികളാകുവാനുമായി ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് അവബോധമുണ്ടാകുന്നതിനും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവനീതിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നതിനുമായി ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഓ ദൈവമേ, അങ്ങേ പരിശുദ്ധ സ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചുവല്ലോ. അങ്ങ് ഞങ്ങൾക്കായി നൽകുന്നതും ചെയ്യുന്നതുമായ അനുഗ്രഹങ്ങളോർത്ത് ഒരിക്കലും വിട്ടുപിരിയാതെ അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങു ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ പോലെ ചുറ്റുമുള്ളവരെയെല്ലാം നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങളിലെല്ലാം അവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ.
അഭിഷേകം ചെയ്തന്നെ ശക്തിയാൽ നിറയ്ക്കണേ.